ഈ അർജുനുമായുള്ള തിരച്ചിലിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. ഹർജിക്കാർക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ അടിയന്തരമായി കേൾക്കണം എന്ന് ഹൈക്കോടതിയോട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ഒപ്പമുണ്ട്. ബാലഗോപാൽ, ഈ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്തുകൊണ്ടായിരിക്കും? ഹൈക്കോടതി ഉള്ളപ്പോൾ എന്തുകൊണ്ട് പരമോന്നത കോടതിയെ സമീപിച്ചു എന്നതായിരിക്കുമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥും PB വരാലയും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെയായിരുന്നു ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നത്. ഈ ഹർജിക്കാരനായ KR സുഭാഷ് ചന്ദ്രന് വേണ്ടി സീനിയർ അഭിഭാഷകൻ V ചിദംബരേഷ് ആയിരുന്നു സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത്. അദ്ദേഹത്തോട് സുപ്രീം കോടതി ആരാഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് സുപ്രീം കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ച അതായത് ഹർജിക്കാരുടെ ആവശ്യവും മറ്റും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ബംഗളൂരുവിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുകൂടാ എന്നാണ് കോടതി ആരാഞ്ഞത്. കാരണം ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടി കഴിയുന്നത് കർണാടക ഹൈക്കോടതിക്ക് ആണ് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെട്ട വിഷയമാണ് എന്നാണ് ഈ സീനിയർ അഭിഭാഷകൻ ചിദംബരേഷ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നിരുന്നാൽ കൂടിയും ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതി വിസമ്മതിക്കാനുണ്ടായത്. ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് തന്നെ ഈ ഹർജിക്കാർക്ക് വേണമെങ്കിൽ ഈ ബംഗളൂരുവിലെ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഹർജി നൽകുകയാണെങ്കിൽ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി ആ ഹർജി ലിസ്റ്റ് ചെയ്ത് പരിഗണിക്കണമെന്ന് ഒരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഈ ഹർജിക്കാർക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാം. അവർ ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആ വിഷയം അടിയന്തരമായി പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. മറിച്ച് കർണാടക ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ബാലഗോപാൽ, ഇനിയൊരു ഹർജി സമർപ്പിച്ച് അതിന്റെ മറുപടി വന്ന് കോടതി ഇടപെടലൊക്കെ ഉണ്ടാവുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്നു. ഇനി അതിനൊക്കെ ഒരു സാധ്യതയുണ്ടോ? ഹർജിക്കാരുടെ തുടർ നടപടി എന്താണ് എന്ന് നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ ഹർജിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി തന്നെ ഇന്ന് ജസ്റ്റിസ് വിക്രംനാഥ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, നിങ്ങൾ അടിയന്തരമായി ഹൈക്കോടതിയിൽ പോകുക. കാരണം ഇവിടെ ഈ ബാധിച്ച സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ആ വിഷയം അടിയന്തരമായി കേൾക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയുടെ അതേ പകർപ്പ് തന്നെ അതിലെ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ശരി ബാലഗോപാൽ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്.